പ്രാകൃതമായ വിശ്വാസങ്ങളുടെ ഇരയായിത്തീർന്ന ചില മനുഷ്യർ ഒരു കാര്യവുമില്ലാതെ എൻ്റെ വലത് കൈ ഛേദിച്ച് കളഞ്ഞു. എൻ്റെ ഇടതുകാല് വെട്ടി ഒടിച്ച് മുറിച്ച് പുതിയ ഞരമ്പുകളൊക്കെ വെട്ടിമുറിച്ച് മാരകമായിട്ട് മുറിവേൽപ്പിച്ചു. അവർക്ക് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു കൃത്യതയില്ലാത്തതുകൊണ്ട് ഇടത്തെ കൈയുടെ പകുതി വരെ വെട്ടി മുറിച്ചു. കൈ മാറിപ്പോയതാണ് ഇത്രേ. അപ്പോൾ അങ്ങനെ അവർ എൻ്റെ കൈ വെട്ടിമുറിച്ച് എന്തിനാണ്? ഞാൻ എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞാനൊരു എഴുത്തുകാരനായത്. വെറും ഒരു എഴുത്തുകാരനല്ല, ഏതൊരു മലയാളത്തിലെ എഴുത്തുകാരനും കൊതിക്കുന്ന രീതിയിൽ ഒരു സാഹിത്യ അക്കാദമി അവാർഡ് പോലും എനിക്ക് കിട്ടി. ഞാനിപ്പോൾ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, എൻ്റെ ഇടതുകാല് വെട്ടി ഒടിച്ചത് ഒരു വടികുത്തി പോലും, കൈപ്പത്തി ഇല്ലാത്ത ഞാൻ ഒരു വടികുത്തി പോലും നടക്കരുത്, സഞ്ചരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതിനുശേഷമാണ് ഞാൻ സഞ്ചാരം തുടങ്ങിയത്. അതിനുശേഷമാണ് ലോകത്തെമ്പാടും ഞാൻ സഞ്ചരിച്ചു തുടങ്ങിയത്.